JRCയുടെ സെലക്ഷൻ ടെസ്റ്റിന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഐവർ സംഘത്തിൻ്റെ കാര്യദർശി ആരായിരുന്നു? ജീൻ ഹെൻറി ഡ്യൂനന്റ്. ജീൻ ഹെൻറി ഡ്യൂനന്റ് ആണ് ഐവർ സംഘത്തിൻ്റെ കാര്യദർശി എന്നറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ. ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ ആണ് അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന ഗ്രന്ഥം രചിച്ചത്. അടുത്ത ചോദ്യം, ഏറ്റവും ശക്തിയുള്ള ഗിയർ. ആൻസർ റിവേഴ്സ് ഗിയർ. റിവേഴ്സ് ഗിയർ ആണ് ഏറ്റവും ശക്തിയുള്ള ഗിയർ. അടുത്ത ചോദ്യം, JRC മോട്ടോ. ഉത്തരം സേവനം. സേവനം ആണ് JRCയുടെ മോട്ടോ. അടുത്ത ചോദ്യം, സോൾഫെറിനോ സുവനീർ ഏത് ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം ഫ്രഞ്ച്. ഫ്രഞ്ച് ഭാഷയിലാണ് സോൾഫെറിനോ സുവനീർ എന്ന ഗ്രന്ഥം രചിച്ചത്. അടുത്ത ചോദ്യം, JRCയുടെ കേരളത്തിലെ ആദ്യ മാതൃകാ യൂണിറ്റ്. ഉത്തരം പാലക്കാട് സെൻറ് തോമസ് മിഷൻ സ്കൂൾ. പാലക്കാട് സെൻറ് തോമസ് മിഷൻ സ്കൂളാണ് JRCയുടെ കേരളത്തിലെ ആദ്യത്തെ മാതൃകാ യൂണിറ്റ്. അടുത്ത ചോദ്യം, ലഹരി പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല എന്നത് ഏത് സെക്ഷൻ നമ്പറിൽ പെടുന്നു? ആൻസർ 185. ലഹരി പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല എന്നത് സെക്ഷൻ നമ്പർ 185 പെടുന്നത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? ഉത്തരം സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിലാണ് അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം. അടുത്ത ചോദ്യം, ഐവർ സംഘത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം തിയോഡർ മൗനെയർ. തിയോഡർ മൗനെയർ ആണ് ഐവർ സംഘത്തിൻ്റെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, റെഡ് ക്രോസ് സ്ഥാപകൻ്റെ മാതാവിൻ്റെ പേര്. ഉത്തരം അൻഡൈനെറ്റ. അൻഡൈനെറ്റയാണ് റെഡ് ക്രോസ് സ്ഥാപകനായ ജീൻ ഹെൻറി ഡ്യൂനന്റിൻ്റെ മാതാവ്. അടുത്ത ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ. ഉത്തരം ജീൻ ഹെൻറി ഡ്യൂനന്റ്. ജീൻ ഹെൻറി ഡ്യൂനന്റ് ആണ് റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, ഹെൻറി ഡ്യൂനന്റിൻ്റെ പിതാവിൻ്റെ പേര്. ഉത്തരം ജീൻ ജാക്വസ്. ജീൻ ജാക്വസ് എന്നതാണ് ഹെൻറി ഡ്യൂനന്റിൻ്റെ പിതാവിൻ്റെ പേര്. അടുത്ത ചോദ്യം, മലയാളക്കരയിലെ ആദ്യ മോഡൽ JRC യൂണിറ്റ് ഏത് ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം കൊല്ലം. മലയാളക്കരയിലെ ആദ്യ മോഡൽ JRC യൂണിറ്റ് പ്രവർത്തിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. അടുത്ത ചോദ്യം, ജീൻ ഹെൻറി ഡ്യൂനന്റ് ജനിച്ച വർഷം. 1828 മെയ് 8. ജീൻ ഹെൻറി ഡ്യൂനന്റ് ജനിച്ച വർഷം 1828. അടുത്ത ചോദ്യം, ജീൻ ഹെൻറി ഡ്യൂനന്റ് ജനിച്ച സ്ഥലം. ഉത്തരം സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ജീൻ ഹെൻറി ഡ്യൂനന്റ് ജനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത് ആര്? ഉത്തരം എലിസബത്ത് ഫ്രൈ. എലിസബത്ത് ഫ്രൈ ആണ് യൂറോപ്പിൽ ജയിൽ പരിഷ്കരണത്തിന് ശ്രമിച്ചത്. അടുത്ത ചോദ്യം, ക്രിമിയൻ യുദ്ധകാലത്ത് ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ശുശ്രൂഷ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ യത്നിച്ചത് ആരാണ്? ഉത്തരം ഫ്ലോറൻസ് നൈറ്റിംഗേൾ. ഫ്ലോറൻസ് നൈറ്റിംഗേൾ ആണ് ക്രിമിയൻ യുദ്ധകാലത്ത് ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ശുശ്രൂഷ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ യത്നിച്ചത്. അടുത്ത ചോദ്യം, ജനീവയിലെ രോഗികളെയും ദരിദ്രരെയും സഹായിക്കുന്ന സംഘടന ഏതാണ്? ഉത്തരം ലീഗ് ഓഫ് ആംസ്. ലീഗ് ഓഫ് ആംസ് ആണ് ജനീവയിലെ രോഗികളെയും ദരിദ്രരെയും സഹായിക്കുന്ന സംഘടന. അടുത്ത ചോദ്യം, സോൾഫെറിനോ സുവനീർ പൂർത്തിയാക്കാൻ എത്ര മാസമാണ് ഹെൻറി ഡ്യൂനന്റ് എടുത്തത്? ഉത്തരം 12 മാസം. 12 മാസം കൊണ്ടാണ് സോൾഫെറിനോ സുവനീർ എന്ന ഗ്രന്ഥം പൂർത്തിയാക്കിയത്. അടുത്ത ചോദ്യം, ബോവർ യുദ്ധകാലത്ത് റെഡ് ക്രോസിൻ്റെ ഉത്സുകനായ ഒരു വളണ്ടിയറായി പ്രവർത്തിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജിയാണ് ബോവർ യുദ്ധകാലത്ത് റെഡ് ക്രോസിൻ്റെ ഉത്സുകനായ ഒരു വളണ്ടിയറായി പ്രവർത്തിച്ചത്. അടുത്ത ചോദ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള സംഘടന. ഉത്തരം റെഡ് ക്രോസ്. റെഡ് ക്രോസിനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള സംഘടന. അടുത്ത ചോദ്യം, ഇന്റർ ആർമ കാരിത്താസ് എന്ന ലത്തീൻ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം യുദ്ധമധ്യത്തിലെ കാരുണ്യം. അടുത്ത ചോദ്യം, നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ആൽഫ്രഡ് നോബൽ. ആൽഫ്രഡ് നോബലാണ് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, റെഡ് ക്രോസിന് രണ്ടാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം.
ഉത്തരം 1944. 1944 റെഡ് ക്രോസിന് രണ്ടാമത് നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യം, റെഡ് ക്രോസിന് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ്? 1917. 1917 റെഡ് ക്രോസിന് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ഉറ്റ സുഹൃത്തും ഫ്രഞ്ച് സാഹിത്യകാരനുമായ വ്യക്തി. ഉത്തരം റോമൻ റോളണ്ട്. റോമൻ റോളണ്ടാണ് ഗാന്ധിജിയുടെ ഉറ്റ സുഹൃത്തും ഫ്രഞ്ച് സാഹിത്യകാരനുമായ വ്യക്തി. അടുത്ത ചോദ്യം, ആരുടെ ജന്മദിനമാണ് റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഹെൻറി ഡ്യൂനന്റ്. ഹെൻറി ഡ്യൂനന്റിൻ്റെ ജന്മദിനമാണ് റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത്. മെയ് 8 റെഡ് ക്രോസ് ദിനം. അടുത്ത ചോദ്യം, JRC യൂണിറ്റിൻ്റെ ചുമതലക്കാരനായ അധ്യാപകനെ വിളിക്കുന്ന പേര് എന്താണ്? കൗൺസിലർ. കൗൺസിലർ എന്ന പേരിലാണ് JRC യൂണിറ്റിൻ്റെ ചുമതലക്കാരനായ അധ്യാപകൻ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പാലിയം എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം. ഉത്തരം പുതപ്പ്. പുതപ്പ് എന്നാണ് പാലിയം എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം, JRCക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ച വർഷം. ഉത്തരം 1963. 1963 JRCക്ക് മൂന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത്. ആദ്യം നോബൽ സമ്മാനം ലഭിച്ചത് നേരത്തെ പറഞ്ഞു 1917, രണ്ടാമത് ലഭിച്ചത് 1944, മൂന്നാമത് ലഭിച്ചതാണ് 1963. അടുത്ത ചോദ്യം, 1920 ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യയിൽ JRC പ്രവർത്തനം ആരംഭിച്ചത്? ഉത്തരം ആക്ട് 15. അടുത്ത ചോദ്യം, ഏത് ജില്ലയിലാണ് മലയാളക്കരയിൽ ആദ്യ JRC യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്? ഉത്തരം പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് മലയാളക്കരയിലെ ആദ്യ JRC യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, റോഡിൻ്റെ ഏത് വശത്തു കൂടിയാണ് കാൽനടയാത്രക്കാർ നടക്കേണ്ടത്? ഉത്തരം വലതുവശത്തു കൂടി. വലതുവശത്തു കൂടിയാണ് നടക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, NSSൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം നാഷണൽ സർവീസ് സ്കീം. നാഷണൽ സർവീസ് സ്കീം എന്നാണ് NSSൻ്റെ പൂർണ്ണ രൂപം. അടുത്ത ചോദ്യം, ഹെൻറി ഡ്യൂനന്റിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം. ഉത്തരം 1901. 1901 ഹെൻറി ഡ്യൂനന്റിന് നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യം, ഹെൻറി ഡ്യൂനന്റ് ആരുമായാണ് 1910 നോബൽ സമ്മാനം പങ്കിട്ടത്? അടുത്ത ചോദ്യം, 1901 ആരുമായാണ് ഹെൻറി ഡ്യൂനന്റ് നോബൽ സമ്മാനം പങ്കിട്ടത്? ഉത്തരം ഫെഡറിക് പാസി. ഹെൻറി ഡ്യൂനന്റ് 1901 ഫെഡറിക് പാസിയുമായാണ് നോബൽ സമ്മാനം പങ്കിട്ടത്. അടുത്ത ചോദ്യം, പാലിയേറ്റീവ് കെയർ ദിനം എന്നാണ്? ഉത്തരം ജനുവരി 15. ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനം. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി പാലിയേറ്റീവ് ക്ലിനിക്ക് ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? ഉത്തരം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് കേരളത്തിൽ ആദ്യമായി പാലിയേറ്റീവ് ക്ലിനിക്ക് ആരംഭിച്ചത്. 1996 പാലിയേറ്റീവ് ക്ലിനിക്ക് കേരളത്തിൽ ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, റെഡ് ക്രോസിൻ്റെ ആദ്യത്തെ പ്രധാന സേവനം ഉണ്ടായ യുദ്ധം. ഉത്തരം ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധം. റെഡ് ക്രോസിൻ്റെ ആദ്യത്തെ പ്രധാന സേവനമുണ്ടായ യുദ്ധം ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധമാണ്. 1910 ഒക്ടോബർ 30 ജീൻ ഹെൻറി ഡ്യൂനന്റ് അന്തരിച്ചത്. 1910 ഒക്ടോബർ 20 ജീൻ ഹെൻറി ഡ്യൂനന്റ് അന്തരിച്ചത്. ഇനിയും JRC A-level എക്സാമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒരു പ്ലേലിസ്റ്റാണിത്. അപ്പോൾ തീർച്ചയായും എല്ലാം കണ്ടിട്ട് പോവുക. തീർച്ചയായും ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് ഈ എക്സാമിന് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ആൻസർ കീ, അതുപോലെ എക്സാം കഴിഞ്ഞതിന് ശേഷം ആൻസർ കീയുടെ വീഡിയോയും ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.